വർഷങ്ങളോളം പ്രണയിച്ച് സ്വന്തമാക്കിയ തന്റെ ഭർത്താവ് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് തന്റെ ഭാര്യയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നത് ആ ഭാര്യ അറിയുന്നത് ഏറെ വൈകിട്ടാണ്. കാരണം എന്താണെന്നറിയോ? അയാളോടുള്ള അന്ധമായ വിശ്വാസം, ആ പ്രണയത്തിൽ ആ കുട്ടി കൽപ്പിച്ച ആത്മാർത്ഥത, അതാണ് കാരണം. എന്നാൽ വാട്സപ്പിലൂടെയും കോളിലൂടെയൊക്കെ ഭർത്താവിന്റെ അഭീതത്തെക്കുറിച്ച് അറിഞ്ഞപ്പം ഭർത്താവിനോട് തന്നെ ഒന്ന് ഉപദേശിക്കാമെന്ന് കരുതി. നിങ്ങൾ ഇനി മേലിൽ നിന്ന് ആവർത്തിക്കരുതെന്നും, ഇനി നിങ്ങൾ ആവർത്തിച്ചാൽ എനിക്ക് ഒരിക്കലും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് എനിക്കിത് മിണ്ടാതിരിക്കാൻ പറ്റില്ല, ഞാൻ നിങ്ങളുടെ വീട്ടിൽ അറിയിക്കുമെന്നും വാൺ ചെയ്തു, ഭീഷണിയുടെ സ്വരത്തിൽ. എന്നാൽ അതിനയാൾ നൽകിയ മറുപടി, നിനക്ക് ആരോട് വേണമെങ്കിലും പറയാം, എന്നാൽ പറഞ്ഞാൽ ഞാനിത് തുടർന്ന് കൊണ്ടുപോകും. ഇനി നീ മൗനമായി നിനക്കുള്ളിൽ തന്നെ വച്ചാൽ ഒരുപക്ഷെ ഞാനിത് മറക്കുന്നതിനെക്കുറിച്ച് ശ്രമിക്കാം. കൊടുത്തതൊരു ഓഫറാണ്, ശ്രമിക്കാമെന്നാണ്. അയാളിൽ രക്ഷയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പം ആ ഭാര്യ പിന്നെ പോയത് ആ ഭർത്താവുമായി ബന്ധമുള്ള ആ സ്ത്രീയിലേക്കാണ്. ആ സ്ത്രീയോടും കാര്യങ്ങളെ തിരക്കി. അയാൾക്കൊരു ഭാര്യയുണ്ടെന്നും അതിൽ കുഞ്ഞുങ്ങളുണ്ടെന്നും അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് എൻ്റെ ഭർത്താവിനെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നത്, അയാൾ എനിക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞ് യാചിച്ചു നോക്കി. അതിന് ആ സ്ത്രീ പറഞ്ഞ മറുപടി എന്താണെന്നറിയാം? നിന്റെ പോരായ്മയാണ് അയാൾ എന്നെ തിരഞ്ഞെത്തിയത്. എനിക്ക് എൻ്റെ ഭർത്താവിൽ നിന്നും കിട്ടാത്ത സ്നേഹവും പരിഗണനയുമാണ് നിന്റെ ഭർത്താവ് എനിക്ക് നൽകുന്നത്. അതുകൊണ്ട് ഞാനായിട്ട് അയാളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. നിനക്ക് വേണമെങ്കിൽ ഞങ്ങളെ അകറ്റാനൊന്ന് ശ്രമിച്ചു നോക്ക് എന്നായിരുന്നു ആ സ്ത്രീയുടെ മറുപടി. ഇവിടെ ആരിലാണ് ശരിക്കും തെറ്റ് പറയേണ്ടത്? ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടെന്ന് അറിഞ്ഞിട്ടും മറ്റൊരു സ്ത്രീയുമായി സുഖത്തിൽ ഏർപ്പെടുന്ന ഈ ഭർത്താവിനെയാണോ? അതോ തനിക്കൊരു ഭർത്താവുണ്ടെന്ന് അറിഞ്ഞിട്ടും അയാൾക്കൊരു പ്രസക്തിയും കൊടുക്കാതെ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവുമായിട്ട് ബന്ധം സ്ഥാപിച്ചെടുത്ത ആ സ്ത്രീയാണോ? അതോ തൻ്റെ ഭർത്താവിനോട് നീതി പുലർത്തി, ആത്മാർത്ഥത പുലർത്തി കഴിഞ്ഞ വർഷങ്ങളോളം അന്ധമായി വിശ്വസിച്ച് മുന്നോട്ട് പോന്ന ഈ ഭാര്യയാണോ? അവിഹിതം ടോപ്പിക്ക് മാറ്റിപ്പിടിക്കെന്ന് പറയുന്നവരോട് എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഇത്തരം വിഷയങ്ങളെ ഞാനിവിടെ പങ്കുവെക്കുന്നത് എനിക്ക് കിട്ടുന്ന ഈ 750 ലൈക്കിന് വേണ്ടിയിട്ടല്ല. അതിലൂടെ ആർക്കെങ്കിലുമൊക്കെ ജീവിതത്തിൽ തിരുത്താനൊരു അവസരമാവുമല്ലോ എന്ന് കണക്ക് കൂട്ടിയിട്ടും കരുതിയിട്ടുമാണ്.